തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് വടകരയിൽ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരെ ഇറങ്ങിയ ഒരു വാട്സപ്പിന് സ്ക്രീൻഷോട്ട് പ്രചാരണം വളരെയേറെ ചർച്ചയായിരുന്നു. അതിൽ പോലീസിൽ പരാതി പോവുകയും പോലീസ് അന്വേഷണം നടക്കുകയും ചെയ്യുകയാണ്. KK ശൈലജയെ കാഫിർ എന്ന് വിളിച്ച് ആ പ്രയോഗമാണ് ഏറെ ചർച്ചയായത്. CPM ഇപ്പോഴും അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൂത്ത് ലീഗിൻ്റെ പേരിലുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ PK മുഹമ്മദ് കാസിം എന്ന് സേവ് ചെയ്ത ഒരു പേരിൽ നിന്നാണ് ഒരു ടെക്സ്റ്റ് വരുന്നത്. അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ലെഫ്റ്റ് ആളുകളൊക്കെ തന്നെ, ഇടതുപക്ഷ ആളുകളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ അത് ഷെയർ ചെയ്യുകയും വളരെ ചർച്ച ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോഴും CPM പറയുന്നത് അത് വ്യാജ സ്ക്രീൻഷോട്ടാണ്, അല്ലെങ്കിൽ വ്യാജ ഗ്രൂപ്പാണ്, തെളിയിച്ചിട്ടില്ലെന്നാണ് CPM പറയുന്നത്. പക്ഷേ PK മുഹമ്മദ് കാസിം എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹമാണ്, എനിക്കൊപ്പമുണ്ട്. ഇദ്ദേഹം MSFൻ്റെ ഒരു പ്രവർത്തകനാണ്, തിരുവള്ളൂർ പഞ്ചായത്തിലെ പ്രവർത്തകനാണ്. ഇവർ പറയുന്നു അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇല്ല എന്നാണ് പറയുന്നത്. അത് കാണിച്ച് ഇദ്ദേഹം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇവരുടെ പരാതിയിലും പോലീസ് അന്വേഷണം നടക്കുകയാണ്. എന്താണ് നിലവിലെ കേസിൻ്റെ സ്റ്റാറ്റസ്? നിലവിലിപ്പം പോലീസ് കേസെടുത്തിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്. നിലവിൽ SP-ക്കും CI-ക്കുമാണ് ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം എന്നെ SP ഓഫീസിലും CO ഓഫീസിലും വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ SP ഓഫീസിൽ 2 പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. ഇന്നലെ തൊട്ട ദിവസമായി ഇന്നലെ SP ഓഫീസിൽ നിന്ന് വിളിച്ചതിൻ്റെ പ്രകാരം CO ഓഫീസിലേക്ക് വിളിപ്പിച്ചു. അവിടുന്ന് ഫോണും കാര്യങ്ങളും സെർച്ച് ചെയ്ത് 2-3 മണിക്കൂറോളം ഫോൺ സെർച്ച് ചെയ്തിട്ട് അതിൽ നിന്നും ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ എന്താക്കിയിട്ടുള്ളത് അവിടുത്തെ സൈബർ സെൽ SI പ്രൂവ് ചെയ്തിട്ടുള്ളത്. അതായത് കാസിമിൻ്റെ മൊബൈൽ സൈബർ സെൽ പൂർണ്ണമായിട്ട് പരിശോധിച്ചു. 3 മണിക്കൂറോളം സമയം എടുത്തുകൊണ്ട് പരിശോധിച്ചു. അതിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള വാട്സപ്പ് ഗ്രൂപ്പോ അല്ലെങ്കിൽ FBയിൽ അങ്ങനത്തെ ഒരു പോസ്റ്റോ ക്രിയേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഇതൊരു വാട്സപ്പിൽ വന്ന PK മുഹമ്മദ് കാസിം എന്ന പേരിലുള്ള സേവ് ചെയ്ത നമ്പറിൽ നിന്നൊരു പോസ്റ്റ് വാട്സപ്പ് ഗ്രൂപ്പിൽ, യൂത്ത് ലീഗിൻ്റെ ഗ്രൂപ്പിൽ വരുന്നു. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ടോ? നെടുമ്പറവണ്ണ എന്ന് പറയുന്ന പ്രദേശം എൻ്റെ പ്രദേശമല്ല, തിരുവള്ളൂരിൻ്റെ 2 കിലോമീറ്റർ അപ്പുറമുള്ള പഞ്ചായത്ത് യൂത്ത് ലീഗിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ശാഖ കമ്മിറ്റിയാണ്. അവിടെ തന്നെ ഇങ്ങനെ യൂത്ത് ലീഗ് എന്ന പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നിലവിലില്ല. അവിടെയുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് എന്നുള്ള ഗ്രൂപ്പിൻ്റെ പേരിലാണ് അവിടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആ അടിസ്ഥാനത്തിലാണ് അവിടെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. ഇപ്പം നിലവിൽ ആ ഗ്രൂപ്പോ കാര്യങ്ങളോ ഇപ്പം നിലവിലില്ല എന്ന് മാത്രമല്ല, നിലവിൽ ഇപ്പോൾ ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗ്രൂപ്പിൽ എൻ്റെ പേരാണ് സേവ് ചെയ്തിട്ടുള്ളത്. ആകെ 2 നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാം. അഷ്റഫ് തിരുവള്ളൂരെന്നും PK മുഹമ്മദ് കാസിം എന്നുള്ള നാമമാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. എൻ്റെ ID എന്ന് പറയുന്ന റെഡിക്ക് മുഹമ്മദ് കാസിം PK എന്നാണ്. ഞാൻ FBയിൽ മാത്രം അത് ക്രിയേറ്റ് ചെയ്ത അടിസ്ഥാനത്തിലാണ് ആ പേര് തന്നെ ഇപ്പോൾ അതേ സ്പെല്ലിംഗ് ആണ് എന്താക്കിയിട്ടുള്ളത്. നമ്മൾ സ്മോളിൽ കൊടുത്ത് സ്മോളിലാക്കിയിട്ടും ക്യാപിറ്റൽ കൊടുത്ത് ക്യാപിറ്റലാക്കിയിട്ടാണ് സേവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്നെ അറിയുന്ന അല്ലെങ്കിൽ എൻ്റെ നാട്ടിലുള്ള എൻ്റെ പ്രദേശത്തുള്ള ആളുകൾ ഒരിക്കലും എന്താക്കില്ല, ആ രീതിയിൽ അതിനെ ക്രിയേറ്റ് ചെയ്യില്ല. അത് കാസിമിനെ അടുത്ത് അറിയുന്ന ആളുകൾക്ക് എന്താണ് പേര്, എങ്ങനെയാണ് വിളിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഫേസ്ബുക്ക് നോക്കി അതേപോലെ തന്നെ വാട്സപ്പിലൊരു പേര് സേവ് ചെയ്തിട്ട് മനഃപൂർവ്വം എഴുതി ഒരു ടെക്സ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തെന്നാണ് പറയുന്നത്. യെസ് അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നിലവിൽ സെർവറിനെ തൊട്ട് തന്നെ അവർ എന്താക്കിയിട്ടാണ് FBയിൽ എങ്ങനെയാണോ ഉള്ളത് അതേ നാമധേയം എന്താക്കുകയാണ് വാട്സപ്പ് കൊടുത്ത് വേറെ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് അതിലേക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ പരാതി കൊടുത്തിട്ടുള്ളത്. എൻ്റെ പ്രൊഫൈലും അതേപോലെ തന്നെ അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുന്നത്. CPM പറയുന്നത് ഇതുവരെ അത് വ്യാജമാണെന്ന് തെളിയിച്ചിട്ടില്ലല്ലോ എന്നാണ് അവർ പറയുന്നത്. അതിനോട് എന്താ മറുപടി? CPM വ്യാജമാണോ അല്ലയോ എന്നുള്ളതല്ല, നിലവിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായിട്ട് വ്യാജമാണ് എന്നുള്ള തിരുവള്ളൂരിലെ പൊതുസമൂഹത്തിനറിയാം. ഞാൻ രാഷ്ട്രീയപരമായിട്ട് എൻ്റെ കർമ്മമണ്ഡലം എന്ന് പറയുന്ന തിരുവള്ളൂർ കൃത്യമായിട്ട് ഇപ്പോൾ എൻ്റെ 10-15 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ അത് രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തിയ വ്യക്തി അല്ല ഞാൻ. അതുകൊണ്ട് തന്നെ എന്താക്കാനാണ് CPMന് തിരുവള്ളൂരിൽ പോലും പ്രാദേശികമായിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെങ്കിൽ വടകര ലോക്സഭാ മണ്ഡലം എന്നുള്ള നിലക്കാണ് എന്താക്കുന്നത്, അത് എന്നെ അറിഞ്ഞുകൂടാത്ത ആളുകൾക്കിടയിലേക്കാണ് എന്തായിക്കൊണ്ടിരിക്കുന്നത്, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യൂത്ത് ലീഗിൻ്റെ തിരുവള്ളൂർ കമ്മിറ്റി ഒരു ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട് വിഷയത്തിൽ. യെസ്, ഇപ്പോൾ ഈ കേസ് തെളിയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ LDF ഇതിനെ പ്രൂവ് ചെയ്യുകയാണ്, ഞാനത് ചെയ്തിട്ടുണ്ട് എന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി അതിൽ 10 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ആ ഓഫർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ട് എനിക്ക് തോന്നുന്നു 24 മണിക്കൂറിനോട് അടുക്കുകയാണ്. ഇതുവരെയും അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സഖാവ് പോലും എന്താക്കില്ല, രംഗത്തേക്ക് കടന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. എത്ര ഉറപ്പാണ് വ്യാജമാണെന്ന്? യെസ്, പൂർണ്ണമായിട്ട് 100% നമുക്ക് ഉറപ്പാണ്. നമ്മൾ ചെയ്യാത്തൊരു സാധനത്തിൻ്റെ മുകളായതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് നമുക്കത് പറയാൻ പറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത്. നിലവിൽ 25-ാം തീയതിയാണ് ഈ സാധനം തന്നെ എന്താക്കി പുറത്ത് വന്നിട്ട് 1 മണിക്കായിട്ടാണ് പുറത്ത് വന്നിട്ടുള്ളത്. 1 മിനിറ്റോ 2 മിനിറ്റായിട്ടാണ് ഈ FB ഗ്രൂപ്പിൽ നിലനിന്നിട്ടുള്ളത്. ആ FBയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് പിന്നെ പ്രചരണങ്ങൾ നടന്നിട്ടുള്ളത്. CPM എത്ര ശ്രമിച്ചാലും ഷാഫിയുടെ മതേതരത്വം ഷാഫി തന്നെയാണ് അത് അടയാളപ്പെടുത്തിയിട്ട്. പാലക്കാടായാലും ഇപ്പോൾ വടകരയിലായാലും പൂർണ്ണമായി ജനപിന്തുണ നൽകി പോകുമ്പോൾ ഷാഫിക്ക് ഉണ്ടാകുന്ന ജനപിന്തുണയാണ് CPM വഹിക്കുന്നത്. അത് കേരളത്തിലും അല്ലെങ്കിൽ വടകരയിലും പ്രത്യേകിച്ചും കുറ്റ്യാടി അടക്കമുള്ള പ്രദേശത്ത് എക്കാലത്തും എന്താക്കാണ് വർഗീയമായി ചിത്രീകരിക്കുന്ന CPMൻ്റെ അല്ലെങ്കിൽ LDFൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമായിട്ടാണ് വിഭാഗീയത
LDF പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കെ ശൈലജയ്ക്കെതിരെ നടത്തിയ കാഫിർ പ്രയോഗ പോസ്റ്റ് വ്യാജമാണെന്നാണ് ഇവർ പറയുന്നത്. അത് ഒറിജിനലാണെന്ന് തെളിയിക്കുന്നവർക്ക് 10 ലക്ഷം രൂപ തിരുവള്ളൂർ യൂത്ത് ലീഗിൻ്റെ കമ്മിറ്റി ഇനാമും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും പോലീസ് അന്വേഷണം നടക്കട്ടെ, സത്യം പുറത്തു വരട്ടെ. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസിന് റിപ്പോർട്ടർ കോഴിക്കോട്.